കൃത്യസമയം പറയണ പോലെ തന്നെയാണ്. കൃത്യം 10 മണി എന്നൊരു സമയമില്ല. 10 മണിയാണ്, അത് കൃത്യവുമാണ്. അങ്ങനെയാണ് ബാലഗോകുലത്തിന്റെ കാഴ്ചപ്പാട്. 10 മണിക്ക് നമ്മൾ പതാക ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് ഗോകുലത്തിൽ വരേണ്ടത് ഈ 5 ഗോകുലത്തിൽ നിന്ന് സാധാരണ വാർഷികങ്ങളിൽ പങ്കെടുക്കുന്ന 5 പേരും പ്ലസ് ഗോകുല സമിതി അധ്യക്ഷനും. ഈ ചെരുപ്പ് കമ്പനിയിലെ ഉടമസ്ഥൻ 2 എക്സിക്യൂട്ടീവുകളെ നിശ്ചയിച്ചു. ഒരു ചെറിയ ദ്വീപില്, അവിടെ 6000-7000 ജനസംഖ്യയുള്ളൂ. ആ ദ്വീപിലെ ആളുകൾക്ക് അവരുടെ ഇടയിൽ ഈ ചെരുപ്പ് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അവരെ കൊണ്ട് ഈ കമ്പനിയുടെ ചെരുപ്പ് വാങ്ങിപ്പിക്കണം. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ആ ദ്വീപിൽ പോയി അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. വളരെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന പ്രകൃതക്കാരായതിനാൽ അവരൊന്നും ചെരുപ്പ് ഉപയോഗിക്കാതെ പോയി. അപ്പൊ അയാൾ നിരാശനായിട്ട് തിരിച്ചു വന്ന് കമ്പനി മാനേജരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി, പക്ഷെ അവർക്ക് ആർക്കും ചെരുപ്പിടുന്ന ശീലമില്ല, നമ്മളുടെ പ്രോഡക്റ്റ് അവിടെ വിജയിക്കില്ല, അവർക്ക് ചെരുപ്പുള്ള ശീലമില്ല, അതുകൊണ്ട് വിജയിക്കില്ല. രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് പോയി ഒരു 2 മാസം അവിടെ താമസിച്ചിട്ട് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, നമ്മളവിടെ വിജയിക്കും, അവിടെ ഒറ്റ ആൾക്കാരും ചെരുപ്പില്ല, അവരെ കൊണ്ടൊക്കെ നമുക്ക് ചെരുപ്പിടിക്കാം. ഇത് 2 കാഴ്ചപ്പാടാണ്. ഒരേ സമൂഹത്തിലേക്ക് തന്നെയാണ് 2 പേരും പോയത്. ഇതേപോലെ തന്നെയാണ് ബാലഗോകുലത്തിന്റെ പ്രവർത്തകർ. അവിടെ ബാലഗോകുലത്തിന്റെ ഇതൊന്നുമില്ലാതെ, ഉദാഹരണം മതിരപ്പുലി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഗ്രാമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണ്. ബാലസംഘം മാത്രമേ അവിടെ ഉള്ളൂ. ബാലഗോകുലത്തിന് അവിടെ കേട്ടില്ല. അപ്പൊ ആദ്യം ബാലഗോകുലത്തിന്റെ പ്രവർത്തനയ്ക്കായിട്ട് ഒരു അഷ്ടമരോഹിണി ചെന്നു. അഷ്ടമരോഹിണിക്ക് ആഘോഷിച്ചു. പക്ഷെ അതിനുശേഷം അഷ്ടമരോഹിണി ആഘോഷിച്ചവരെ ഒരുമിച്ചിരുത്താൻ നേരപ്പോ പാർട്ടിയുടെ മേൽഘടകത്തിൽ നിന്ന് വിളി വന്നു. അവിടെ ബാലഗോകുലം തുടങ്ങാനുള്ള ഉദ്ദേശമാണ് അവരെ, അത് തടയണം. രണ്ടാമത്തെ ശരിയായിരുന്നു, അവരുടെ കണ്ടത്തിൽ ശരിയായിരുന്നു, നമ്മൾ ബാലഗോകുലം തുടങ്ങാൻ തന്നെയാണ്. എന്താ വെച്ചാൽ സംഘപ്രസ്ഥാനങ്ങളിലെ ശാഖകൾ തുടങ്ങാൻ പറ്റില്ല, BJP തുടങ്ങാൻ പറ്റില്ല, വിശ്വഹിന്ദു പരിഷത്ത് പറ്റില്ല. നമ്മളുടെ പ്രസ്ഥാനങ്ങളിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഇല്ല. ആക്രമിക്കും അവർ, ഉറപ്പാണ്. അപ്പോ 2 ആഴ്ച കഴിഞ്ഞ ബാലഗോകുലത്തിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ക്ലാസ്സിന് നമ്മുടെ പ്രവർത്തകരെ അവിടെ ചെന്നപ്പോ അവര് വളർന്നു വന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതോടെ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ രാഷ്ട്രീയം പറയണമെങ്കിൽ ഒരു രാഷ്ട്രീയം ഇല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവിടെ ബാലഗോകുലം പറ്റില്ല എന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞു. പക്ഷേ ഈ ഈശ്വര നിയോഗം മാറ്റാൻ പറ്റില്ലല്ലോ. നല്ലതോ പൊട്ടയാണെന്നൊന്നും അറിയില്ല, അതിനെ നമ്മൾ വിലയിരുത്താൻ വേണ്ട, നല്ലതായിട്ട് പൊട്ടയായിട്ടും വിലയിരുത്തണ്ട. ഈ തടയാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് നമ്മളെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ആയുധമെടുത്ത ആളുകൾ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ആക്സിഡന്റിൽ മരിച്ചു. അതോടുകൂടി ആളുകൾക്ക് പേടി, അവിടെ അസലായിട്ട് പോകുന്ന നടക്കുമ്പോൾ ഒരാളും തടയേണ്ടതില്ല. അവർക്കൊക്കെ എന്തോ ഒരു ആദ്യം വന്ന പോലെയാണ്. പക്ഷെ നിയോഗങ്ങളത് ഓരോന്ന്. നമ്മളുടെ ഈ തലമുറ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോ സത്യത്തില് 2ാമത്തെയോ 3ാമത്തെയോ തലമുറയാണ് ആകേണ്ടത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ഞാനൊക്കെ 2ാം തലമുറയിലാന്ന് പറയാം. ഒരു പക്ഷെ ദേവസേനച്ചൊക്കെ 1ാം തലമുറയിൽ പെട്ട ആളാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ഈ 1ാം തലമുറയിൽപ്പെട്ടവർക്ക് ഒരു മാതൃകയുണ്ടായിരുന്നില്ല. ഹിന്ദുവിനെ സംഘടിപ്പിക്കാനായിട്ട് ഒരു മാതൃക ഉണ്ടായിരുന്നില്ല. കുറെ സ്വാതന്ത്ര്യ സമര സേനാനിമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന് ഊറ്റം കൊണ്ടിട്ടാണ് ഹിന്ദു സംഘടനാ പ്രവർത്തനം കുറെയൊക്കെ മുന്നോട്ട് വന്നത്. ഞങ്ങൾക്ക് മാതൃക ഇവരൊക്കെയാണ്, ഈ 1ാം തലമുറയിൽപ്പെട്ടവരാണ്. അതും ഒരുവിധം ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ തലമുറയ്ക്ക് സാധിച്ചു. ഇനി വരുന്ന 3ാമത്തെയും 4ാമത്തെയും തലമുറ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് 25 വർഷത്തിൽ ഒരു തലമുറ മാറുമെന്നൊക്കെയാണ് അത്ര പറയാം. ഇപ്പൊ 25 വേണ്ട, 2 വർഷം മതി. അങ്ങനെയാണ് ഇപ്പൊ അനിയൻ പറയും, ചേട്ടൻ ശരിയല്ല പഴഞ്ചനാന്ന് പറയും.
തലമുറ മാറി, ചേട്ടന്റെ മഞ്ഞിന്റെ തലമുറ പോലും മാറി തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നിരുന്നാലും നമ്മൾ ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടംപോലെ മാതൃകകളുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിമാര് മുതൽ അവർ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള ആ കാലയളവിലെ മാതൃകകൾ ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ടും ആ ഹിന്ദു സംഘടന എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഈ മൂന്നാം തലമുറയിൽപ്പെട്ടവരുടെ പ്രയത്നമാണ് ഏറിയ പൂർവ്വം വേണ്ടത്. അവരാണ് ഇവിടെ വരേണ്ടത്. അതായത് 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അധികവും അവർക്കാണ് ഇനി റോഡുള്ളത്. അവർക്ക് പറയാൻ സാധിക്കണം അവരുടെ ഉന്നത തലമുറയോട്, അവിടെ സ്വസ്ഥായിട്ടിരുന്നുള്ളൂ, ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറയാൻ അവർക്ക് സാധിക്കണം. പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അതൊരു വലിയ വിപത്താണ്. സാമൂഹികമായിട്ട് എന്തിനേയും പ്രതിലോമമായിട്ട് കുറ്റം പറയാൻ മാത്രം ശീലിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടമാണിത്. നമ്മള് ഗോകുലത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. എല്ലാത്തിനെയും കുറ്റം പറയാൻ മാത്രം, ആരും നന്മയുണ്ട്, എല്ലാവരും നന്മയുണ്ട്. ആ നന്മയെ നമുക്ക് കാണാൻ സാധിച്ചാൽ ദ്വീപിലെ എല്ലാവരെ കൊണ്ടും നമുക്ക് ഇടിക്കാൻ സാധിക്കും. ഒരു ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 10 മണിക്ക് തുടങ്ങി. അതിനു മുന്നേ നിലവിളക്ക് കൊടുക്കണം. ആരെ നിലവിളക്ക് കൊടുക്കുക? ഗോകുലത്തിൽ ആദ്യമായിട്ട് വരുന്ന ആള് ഗോകുലത്തിൽ നിലവിളക്ക് കൊടുക്കണം. അത് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. രണ്ടാമത് വരുന്ന ആള് കൊളുത്തി വെച്ച നിലവിളക്കായിരിക്കണം കാണുന്നത്. കൊളുത്തി വെച്ച നിലവിളക്കിന്റെ മുന്നിലേക്കാണ് രണ്ടാമത്തെ ആൾ വരേണ്ടത്. ആദ്യത്തെ ആളുടെ മുന്നിൽ നിലവിളക്ക് കൊടുക്കുക, കൃഷ്ണ വിഗ്രഹം ഒരുക്കുക എന്നുള്ളതാണ്. അതൊരു ചടങ്ങേ അല്ല ബാലഗോകുലത്തിൽ. ബാലഗോകുലത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി കൊണ്ടാണ്. ആ മാല ചാർത്തിയിട്ട് പ്രാർത്ഥന ചെല്ലേണ്ടിരുന്നു, നമ്മൾ ചെല്ലുണ്ടായില്ല. അത് ഒരു വലിയ പോരായി. സാറില്ലേ അത് പ്രാർത്ഥന